നമസ്കാരം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM-ഉം SDPI-യുമായി ഒരു രാഷ്ട്രീയ അന്തർധാര സജീവമാണ് എന്നുള്ള ആരോപണം നിരന്തരമായി ഉയരുന്ന ഒന്നാണ്. ആരോപണം എന്ന് തന്നെയല്ല, അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ നമ്മുടെ മുമ്പിൽ പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്. നേമത്ത് SDPI ശ്രീ ശിവൻകുട്ടിക്ക് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചതും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 10,000-ഓളം വോട്ടുകൾ ശിവൻകുട്ടിക്കായി അവർ മറിച്ച് ശിവൻകുട്ടിക്ക് നൽകി എന്നുള്ള അവരുടെ അവകാശവാദവും അത് ശിവൻകുട്ടി നിഷേധിക്കാത്തതും എല്ലാം ഇതിൻ്റെ തെളിവുകളാണ്. SDPI-യും CPIM-ഉമായി ഒരു അന്തർധാര ഉണ്ടായാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അവർ മഹാരാജാസിലെ അഭിമന്യുവിനെ ഒന്ന് ഓർത്താൽ മതി. മഹാരാജാസിലെ അഭിമന്യു ഉൾപ്പെടെ പല കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെയും മരണത്തിന് കാരണക്കാരായ ഭീകരവാദ സംഘടന പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയകരമാണ് SDPI എന്നുള്ളത് പലപ്പോഴായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. തന്നെയുമല്ല, ഈ അഭിമന്യുവിൻ്റെ വധത്തിൻ്റെ കാര്യത്തിൽ SDPI പ്രവർത്തകരും നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആസൂത്രണ വേളയിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഒരു ധാർമ്മികമായ പ്രശ്നം. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലും ഒരിക്കൽ പോലും വി ശിവൻകുട്ടിയുടെ യോഗങ്ങളിലോ അല്ലെങ്കിൽ വി ശിവൻകുട്ടി പങ്കെടുക്കുന്ന പൊതുചടങ്ങുകൾ വേദികളിലോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഒപ്പമോ ഒന്നും SDPI-ക്ക് ഒരു സ്ഥാനം ഒരിക്കലും ലഭിച്ചിരുന്നില്ല. വി ശിവൻകുട്ടി SDPI ഒരുക്കുന്ന ഇഫ്താർ വിരുന്നിൽ അവരുടെ മുഹബത്ത് മുക്കിയ സുലൈമാനി നക്കുവാൻ പോയത് മറ്റൊരു കാര്യം. പക്ഷെ പൊതുചടങ്ങുകളിൽ SDPI-യുടെ കൊടിയും ചിഹ്നങ്ങളുമെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാന്നിധ്യം CPIM ഒരിക്കലും കേരളത്തിൽ അവർക്ക് അനുവദിച്ചിരുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ അതിർത്തി കടന്ന് നാം തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലേക്കോ പോകുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുവാനുള്ള കാര്യം IP ബിനു എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അതിന് അഭിലാഷ് കടമ്പൻ എന്ന ഒരു BJP അനുഭാവി നൽകിയ മറുപടിയുമാണ്. IP ബിനു ആരാണ് എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ആളുകളോട് ചോദിച്ചാൽ IP ബിനു ആരാണെന്ന് ചോദിച്ചാൽ ഒരു നല്ല അന്തംകമ്മി എന്ന് പറയും. പക്ഷേ അതല്ല അദ്ദേഹം. അതിൽ ഞാൻ കടി നിന്ദ പ്രകടിപ്പിക്കുന്നു, ശക്തമായി അതിനെ ഞാൻ തള്ളിക്കളയുന്നു. അത്തരത്തിലൊന്നും പറയാൻ പാടില്ല. പക്ഷേ IP ബിനുവിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. മുതിർന്നതെന്ന് പറഞ്ഞാൽ മുതിർന്നുകൊണ്ടിരിക്കുന്ന ഏതാണ്ടൊരു സ്വരാജിൻ്റെയൊക്കെ നിലവാരമുള്ള, അപ്പോൾ തന്നെ ഏതാണ്ട് കാര്യം മനസ്സിലായല്ലോ. തിരുവനന്തപുരം നഗരസഭയിലെ മുൻ കൗൺസിലറായിരുന്നു, കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഫേസ്ബുക്കിൽ പലരും അന്തം കമ്മി എന്നൊക്കെ വിളിക്കും. പക്ഷേ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം. അദ്ദേഹം എന്താണ് പോസ്റ്റ് ചെയ്തത്? മറ്റൊന്നുമല്ല, തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും CPIM വൻ മുന്നേറ്റം നടത്തി എന്നുള്ളതാണ്. 4 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റ് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിൽ 1 സീറ്റും, പശ്ചിമ ബംഗാൾ പല സീറ്റുകളിൽ മത്സരിച്ച് 1 സീറ്റ് നേടി. പശ്ചിമ ബംഗാളിൻ്റെ കാര്യത്തിലേക്ക് ആദ്യം വരാം. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 1 സീറ്റിൽ പോലും വിജയിക്കുവാൻ CPIM-ന് ആയില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അവർ പരസ്യമായി SDPI-യുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് മുർഷിദാബാദ് ജില്ലയിലെ ഡൊംകൽ നിയോജക മണ്ഡലത്തിൽ അവർക്ക് വിജയിക്കുവാൻ സാധിച്ചതും. അവിടെ ശിവൻകുട്ടിയുടെ കാര്യത്തിലുണ്ടായിരുന്ന പോലെ ഒരു അന്തർധാരയോ രഹസ്യമായൊരു ധാരണയോ ഒന്നുമായിരുന്നില്ല. SDPI പ്രവർത്തകർ ഡൊംകൽ നഗരസഭയുടെ പരിധിയിലെ വാർഡുകളിൽ കൃത്യമായ സ്ക്വാഡ് പ്രവർത്തനം തന്നെ നടത്തുകയും CPIM സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നടത്തുകയും CPIM സ്ഥാനാർത്ഥിയെ മുർഷിദാബാദിൽ വിജയിപ്പിക്കുകയും ചെയ്തു. പല യോഗങ്ങളിലും CPIM-ൻ്റെ കൊടികളുടെ അത്രയും തന്നെ പ്രാമുഖ്യത്തോടു കൂടി SDPI-യുടെ കൊടികൾ പാറി കളിക്കുന്നത് ആ ഡൊംകൽ നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഒന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ചിത്രങ്ങളും ഞങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കാം ഈ വീഡിയോയോടൊപ്പം, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ. ഈ ഡൊംകൽ മണ്ഡലത്തിൽ CPIM-ൻ്റെ മുസ്തഫിജുർ റഹ്മാൻ, റാണ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആ റാണയാണ് CPIM-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും വിജയിച്ചതും. ഈ SDPI-കാരുടെ ഈ ഒരു സ്ക്വാഡ് പ്രവർത്തനമുണ്ടല്ലോ, ഞാൻ ഡൊംകൽ മണ്ഡലത്തിൽ SDPI-കാർ CPIM-ന് വേണ്ടിയിട്ട് നടത്തി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു മേൽനോട്ടം വഹിച്ചിരുന്നത് ജമീർ മൊല്ല എന്നുള്ള മുസഫർ നഗറിലെ CPIM-ൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി തന്നെയാണ്, നേരിട്ട് തന്നെയാണ്. SDPI-കാരുടെ സ്ക്വാഡ് പ്രവർത്തനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്, ജമീർ മൊല്ല. നല്ല പേര് തന്നെ, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് SDPI-യുടെ കാര്യത്തിൽ. അതാണ് പശ്ചിമ ബംഗാളിലെ ഒരു സാഹചര്യം. ഞാൻ ഈ പറയുന്നത് അഭിലാഷ് കടമ്പൻ വളരെ വിശദമായി വിവരിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ രത്ന ചുരുക്കത്തിൽ നിന്ന് പെറുക്കിയെടുത്ത വിവരങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒട്ടും വ്യത്യസ്തമല്ല. ഈ CPIM, CPI, മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, SDPI ഇവരെല്ലാവരും
DMK-യുടെ നേതൃത്വത്തിലുള്ള സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിൻ്റെ ഭാഗമായിരുന്നു. SDPI ഉള്ളൊരു സഖ്യത്തിന് കൊടുക്കാൻ പറ്റിയ പേര് തന്നെയാണ് സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ്. സെക്യുലറിസവും പ്രോഗ്രസീവ്നെസ്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത SDPI, കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രോഗ്രസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം നിൽക്കട്ടെ, സെക്യുലറിസവുമായി ബന്ധമുണ്ടെന്നാണ് പുറമേ അവർ ഭാവിക്കുകയെങ്കിലും ചെയ്യുന്നത്. SDPIക്ക് അങ്ങനെ ഒരു ഭാവമില്ല, ഒരു സെക്യുലറിസവും ഇല്ല. മതമാണ് പ്രശ്നമെന്ന് പറയുന്ന IUML-നെക്കാളും മതം മാത്രമാണ് പ്രശ്നം, ഞങ്ങളുടെ മതം മാത്രം മതി ഇവിടെ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന അതിസെക്യുലറായിട്ടുള്ളൊരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഒരു സംഘടനയാണ് SDPI. അവർ ഭാഗഭാക്കായ ഒരു സഖ്യത്തിന് കൊടുക്കാൻ പറ്റിയ പേര് തന്നെയാണ് സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ്. കാര്യത്തിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നപ്പോൾ തിരഞ്ഞെടുപ്പിന് മുൻപ് CPIM-നും CPI-ക്കും തുല്യമായി 5 സീറ്റുകൾ വീതം DMK എല്ലിൻ കഷ്ണങ്ങൾ പോലെ ഇട്ടുകൊടുത്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2 സീറ്റും SDPIക്ക് 1 സീറ്റും. SDPIയുടെ ഒരു സീറ്റിൽ അവർ പരാജയപ്പെട്ടു. അവിടെ മത്സരിച്ചത് അവരുടെ നെല്ലൈ മുബാറക്ക് എന്ന അവരുടെ തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹം പരാജയപ്പെട്ടു. 3-ാം സ്ഥാനമോ 4-ാം സ്ഥാനത്തേക്കോ പിന്തള്ളപ്പെട്ടു. IUML മത്സരിച്ച, അതായത് മുസ്ലിം ലീഗ് മത്സരിച്ച 2 സീറ്റിലും അവർ ജയിച്ചു. CPIM-ഉം CPI-യും അവർ മത്സരിച്ച 5 നിയോജക മണ്ഡലങ്ങളിൽ 2 വീതം മണ്ഡലങ്ങളിൽ വിജയിച്ചു. ഇതാണ് ഇപ്പോഴത്തെ ഒരു സീറ്റ് നില ഇവരുടെ കാര്യത്തിൽ. കൃത്യമായിട്ട് തന്നെ DMKക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി 59 സീറ്റുകളിലേക്ക് DMK സഖ്യം ഒതുങ്ങിപ്പോയി. വിജയിയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ തലവനായി ഇപ്പോൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPIM-ഉം CPI-യും ഒരുപോലെ തന്നെ വിജയ്ക്ക് പിന്തുണ നൽകുവാൻ ഔദ്യോഗികമായ തീരുമാനമെടുത്തിരിക്കുകയായിരുന്നു. ഈ ചർച്ചകളുടെ എല്ലാം ഭാഗമായിട്ട്, അതായത് നേരത്തെ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിൻ്റെ ഭാഗമായി CPIM-ഉം CPI-യും തുടരുന്നതിൻ്റെ ഒപ്പം തന്നെ SDPI-യും അതിലേക്ക് കൊണ്ടുവരുന്ന ചർച്ചകളുടെ ഭാഗമായി CPIM-ൻ്റെ തമിഴ്നാട്ടിലെ പ്രാദേശിക നേതാക്കൾ എല്ലാം മുൻകൈ എടുത്തിരുന്നു. ഇപ്പോൾ വിജയുമായി നടത്തുന്ന ചർച്ചയ്ക്ക് തിരികെ ഒരു നന്ദി പ്രകടനം എന്നതുപോലെ ഈ നെല്ലൈ മുബാറക്ക് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിരുന്നു SDPIയുടെ ലഭിച്ച DMK കൊടുത്ത 1 സീറ്റിൽ മത്സരിച്ച SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് നെല്ലൈ മുബാറക്കാണ് ഇപ്പോൾ വിജയുമായുള്ള വിലപേശലിന് CPIM-നും CPM-നും വേണ്ടി മധ്യസ്ഥത നിൽക്കുന്നത്. കാരണം SDPIക്ക് കൊടുക്കാൻ സീറ്റോ പിന്തുണയോ ഒന്നുമില്ല, ധാർമ്മിക പിന്തുണ മാത്രമേ ഉള്ളൂ. വിജയ് SDPIയുടെ ഒരു ഇടനിലയിൽ ഇത്തരത്തിലുള്ള പിന്തുണ സ്വീകരിച്ചതും വളരെ നന്നായി. കാരണം എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനമാകും. പക്ഷേ ഇനി കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ SDPI-യുമായിട്ടുള്ളൊരു സഖ്യം എന്തായാലും വളരെ പരസ്യമായി തന്നെ കേരളത്തിൻ്റെ അതിർത്തിക്ക് പുറത്ത് കൊണ്ടുപോകുന്നതിൽ CPIM-ന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള കാര്യം പ്രേക്ഷകരുടെ മുമ്പിൽ തെളിവ് സഹിതം അവതരിപ്പിക്കുവാനാണ് ഇത്രയും തെളിവുകൾ വളരെ വിശദമായി അന്വേഷിച്ച് കണ്ടുപിടിച്ച് എഴുതി, പേരുകൾ സഹിതം എഴുതി, പേരുകളും തെളിവുകളും സഹിതം എഴുതി അഭിലാഷ് കടമ്പനൊരു ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഇനി ഇതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് വരാം. എന്താണ് ഇതിൻ്റെ ഒരു പരിണാമം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു അനന്തരഫലം? ഒരു അനന്തരഫലവുമില്ല. കാര്യം അഭിമന്യുവിനെ പോലുള്ള വിഡ്ഢികൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഒടുവിൽ അവർക്ക് ഈ RSSകാരുടെ പേര് പറഞ്ഞ് ഇതുപോലുള്ള ഭീകരവാദികൾ ഹിന്ദുക്കളെ മുഴുവനുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ ഭീകരവാദികൾ അവരെ വധിക്കുകയും ആ വധത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കാവുന്നതിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഒടുവിൽ അഭിമന്യുവിനെ വിസ്മൃതിയിലേക്ക് തള്ളിവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമന്യുവിന് വേണ്ടി സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നില്ല, അഭിമന്യുവിന് വേണ്ടി ബസ് സ്റ്റോപ്പുകൾ പണിയുന്നില്ല, അഭിമന്യു കൊല്ലപ്പെട്ട ദിവസത്തിൽ നിന്നെ ഞങ്ങൾ മിസ് ചെയ്യുന്നു എന്നുള്ള വൈകാരികമായ പോസ്റ്റുകൾ FBയിൽ ഇടുന്നില്ല എന്നുള്ളതൊന്നുമല്ല. ഇതെല്ലാം ചെയ്യും. പക്ഷേ അഭിമന്യു വിസ്മൃതിയിലേക്കും യഥാർത്ഥത്തിൽ തള്ളപ്പെടുന്നത് അഭിമന്യുവിൻ്റെ കൊലപാതകികളെ അഭിമന്യു വിശ്വസിച്ച പാർട്ടി തന്നെ, രാഷ്ട്രീയ കക്ഷി തന്നെ പൂർണ്ണമായും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയും കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരെ പരസ്യമായി സ്വന്തം സുഹൃത്തുക്കളായും സഖ്യകക്ഷികളായും പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അവരുടെ സഹായം സ്വീകരിച്ച് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെച്ചം ആ പ്രദേശത്തെ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടാക്കണമെന്നുള്ള ധാരണയോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് അഭിമന്യുവിനെ പോലുള്ള പാർട്ടി തന്നെ രക്തസാക്ഷി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ രക്തസാക്ഷികളെന്ന് വിളിക്കുന്ന പാവങ്ങൾ വിസ്മൃതിയിലേക്ക് തള്ളപ്പെടുന്നത്. അതിന് ഒരു സംശയവും വേണ്ട. പക്ഷേ ഇത്തരത്തിലുള്ളൊരു സഖ്യം അടിസ്ഥാനപരമായിട്ട് ലോക ചരിത്രം നമ്മോട് പറയുന്നത് ഇറാൻ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇത്തരം ജിഹാദികളുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ടോ ആത്യന്തികമായി അവരെ ജിഹാദികൾ വിഴുങ്ങിയിട്ടുണ്ട്.
ജിഹാദികൾ പൂർണ്ണമായും അധികാരത്തിലെത്തുന്നതിൻ്റെ ആദ്യ ദിവസം അവരുടെ ആദ്യ നടപടി കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്കറിയില്ലെങ്കിലും ജിഹാദികൾക്കറിയാം, ഒരേപോലെ അസഹിഷ്ണുതയുള്ള ഒരാശയത്തിൻ്റെ പുറകെ ഭ്രാന്തെടുത്ത് നടക്കുന്ന ഒരു കൂട്ടമാണ് തങ്ങളെന്നും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും. അതുകൊണ്ട് തന്നെ ഒരേ തരത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് ശക്തികൾ, ഒരു ശക്തി അധികാരത്തിലെത്തിയാൽ തുടരുക അസാധ്യമാണ്. ഒരു ഉറയിൽ രണ്ട് വാളുകൾ വേണ്ട എന്നുള്ള തത്വം പോലെ ചൈനയിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവർക്ക് മേലൊരു ആധിപത്യം സ്ഥാപിച്ച് ഇവരെ അടിച്ചമർത്തി ഒതുക്കി വച്ചിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ചൈനയുടെ മാതൃക ലോകം മുഴുവൻ പിന്തുടരണമെന്നുള്ളൊരു ആശയക്കാരനാണ് ഞാൻ. കമ്മ്യൂണിസത്തെ വളർത്തിയല്ല, ചൈനയുടെ ആ ഒരു കാര്യത്തിൽ ചൈനീസ് മോഡൽ നല്ലതാണ്. കാരണം ദീർഘകാലം ഫലം ചെയ്യുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. വ്യക്തമായ അഭിപ്രായവും അതുതന്നെയാണ്. അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ SDPI CPIM സഖ്യം എന്തായാലും വെളിവായി തന്നെ ഇപ്പോൾ ഈ 2026 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. അത് തമിഴ്നാട്ടിലായാലും പശ്ചിമ ബംഗാളിലായാലും കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴും വിശ്വാസമർപ്പിച്ച് കഞ്ചാവടിക്കാനും ആഭാസതരം കാണിക്കാനും വേണ്ടി മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരാത്ത സാധാരണക്കാരായ വിദ്യാർത്ഥി സഖാക്കളുണ്ട്. അവരോടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും ആത്മാർത്ഥമായി പൊന്നരി വളമ്പിളി രാഗിമിനിക്കിയ പൊൻപുലരി വരും എന്ന് വിശ്വസിക്കുന്ന സഖാക്കളുണ്ട്. അവരോടാണ് പറയുന്നത്, നിങ്ങൾ തുരുമ്പെടുത്ത് പോകുവാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്. ആത്യന്തികമായി അവരുടെ അടിമത്ത മനോഭാവം അല്ലെങ്കിൽ കൂറ് ഇപ്പോൾ പൂർണ്ണമായും ജിഹാദികളുടെ കാൽച്ചുവട്ടിൽ അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന് ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും തെളിവ് വേണമെന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ നിങ്ങളിപ്പോഴും അന്തംകമ്മികളായി തന്നെ തുടരുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.